ഞാൻ സ്വന്തം പറയാണ്, ഞാൻ വരുന്നില്ല. ഇവരാരും എനിക്ക് ഒന്നും തന്നിട്ടൊന്നുമല്ല, ഞാൻ വരുന്നില്ല. ഞാൻ മിസ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു ടോക്സിക് ലൈഫ് ലീഡ് ചെയ്യാൻ താല്പര്യമില്ല. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ആദിലയും നൂറയും, അതിനകത്തെ നൂറയുടെ മാതാപിതാക്കൾ സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. 3 വർഷം മുമ്പേ നടന്ന സംഭവത്തിന്റെ വീഡിയോ ആണ്. ആ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. അതായത് ഇപ്പോൾ ഫാമിലി വീക്ക് നടക്കുകയാണ് ബിഗ് ബോസിന്റെ അകത്ത്. അതായത് അതിനകത്ത് മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ ഫാമിലികൾ ആ ഒരു ബിഗ് ബോസിന്റെ അകത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആദില നൂറ, ഈ പൂമ്പാറ്റകൾ എന്ന് വിളിക്കുന്നതും അതോടൊപ്പം തന്നെ മോഹൻലാൽ വീട്ടിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞ ആദില നൂറ, അത് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് അവര് പുതിയതായിട്ടുള്ള ആളുകളാണ്. അതായത് സ്വവർഗ അനുരാഗികളായിട്ടുള്ള ദമ്പതികൾ. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ ഇവരെ തള്ളിക്കളഞ്ഞതാണ്. അവര് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ 3 വർഷം മുമ്പേ ഇവര് വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ ഇവരുടെ വീട്ടുകാർ തമ്മിൽ ഉണ്ടായി. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ നൂറയുടെ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവരുടെ മാതാപിതാക്കൾ ഈ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ സ്വന്തം പറയാണ്, ഞാൻ വരുന്നില്ല. ഇവരാരും എനിക്ക് ഒന്നും തന്നിട്ടൊന്നുമല്ല, ഞാൻ വരുന്നില്ല. കാരണം ഞാൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അതല്ല, ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളടുത്ത് ഇപ്പൊ അത് പറയാന് സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല. അത് അല്ലെങ്കിൽ ഓള് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിവിടെ ഇവിടേക്ക് ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല, ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല. ഇവളടുത്ത് ഇവക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ നടക്കുള്ളൂ ഇവിടെ. അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളെ കൂടെ വരുന്നില്ല എന്നുള്ളത്. അതിന്റെ കാരണം എന്താന്ന് നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചു വെക്കുന്നത് സംസാരിക്കാം. ഓള് ഇവിടെ തന്നെ ഉണ്ട് 2 ദിവസം. അത് കഴിഞ്ഞിട്ട് ഒരു അഡൾട്ടായ ആൾക്കാർ, അവർക്ക് ജോലി ചെയ്യാം, അവർക്ക് പല രീതിയിൽ ജീവിക്കാനുള്ള സമൂഹമാണ്. രണ്ടുപേർക്കും ജോലിക്ക് പോകാനുള്ള പ്രായമുണ്ട്. സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവുള്ള ആൾക്കാരാണ്. ഈ ആദിലയും നൂറയൊക്കെ ഈ ബിഗ് ബോസിനുള്ളിൽ വന്നതിന് ശേഷമാണ് ഒട്ടുമിക്ക ആളുകൾ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ, അവരെ കാണുകയും ഇങ്ങനെ സ്വവർഗനുരാഗികളായിട്ടുള്ള ദമ്പതികൾ കേരളത്തിലുണ്ട് എന്നുള്ള അറിവൊക്കെ എല്ലാ ആളുകൾക്കും ലഭിച്ചത്. പ്രത്യേകിച്ച് ഇവർ മുസ്ലിങ്ങളാണ്. അതായത് ഇവരുടെ മതപരമായിട്ടുള്ള രീതികളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അത് ഒരു കാരണവശാലും അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. ഒരു മുസ്ലിം ഫാമിലിയും അതൊരു കാരണവശാലും അനുവദിക്കത്തുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ നൂറയുടെ പിതാവും മാതാവുമാണെന്ന് തോന്നുന്നു അവിടെ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും വേർപിരിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ബാക്കിയോടെ നമുക്ക് കേട്ടു നോക്കാം. സൗദിയിലാണോ കമ്പനിക്കാരായിട്ട്? നാട്ടിൽ വന്നീ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇനി വന്നാ ഞാൻ കാണി വന്നീട്ട് കണ്ടിട്ടില്ല. ഈ മലയോളത്തെ വീട്ടിൽ വന്നിട്ട് സൗദിയിൽ വെച്ച് പഠിച്ച് അങ്ങനെ കമ്പനിയാലോ. പിന്നെ അന്നേരം നീ അങ്ങനെ ആളെത്തിയ പറയല് കൂട്ടാൻ നീ അങ്ങനെ ഒറ്റക്ക് വന്നതാ. തേടി വന്നതാ അങ്ങോട്ട്. അതിലൊക്കെ തുറന്നിട്ട് അതിലൂടെ ഓളിറങ്ങി പോകുന്നതാ. നൂറയുടെ മാതാപിതാക്കളുടെ ആ ഒരു സന്ദർഭത്തിലെ മാനസികസ്ഥിതി മാതാപിതാക്കളായിട്ടുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നൂറയെ ഈ പറഞ്ഞ ആദിലയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇവര് നടത്തുന്നത്. അപ്പൊ വ്യക്തമായിട്ടുള്ള മറുപടി ഈ ആദില കൃത്യമായ രീതിയിൽ പറയുന്നതും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. എന്തെന്നായാലും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ആ ഒരു സമുദായത്തിലെ പ്രത്യേക രീതിയൊക്കെ അനുസരിച്ച് ഒരു കാരണവശാലും ഈ സ്വവർഗ അനുരാഗികളെ അവർ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് വലിയ ചർച്ച ന്യൂസ് ചാനലിലൊക്കെ ഉണ്ടാകുകയും ഈ ആദിലയാണ് കൂടുതലായിട്ട് ഈ ന്യൂസ് ചാനലൊക്കെ ഇന്റർവ്യൂ ഒക്കെ നൽകുകയൊക്കെ ചെയ്തത്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ചില ലൈവുകളൊക്കെ ഈ പെൺകുട്ടി ചെയ്തിരുന്നു.
അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പുള്ളിക്കാരി ഉമ്മ വന്നിട്ട് നാട്ടിലോട്ട് വന്ന് നൂറിനോട് സംസാരിച്ചു. നൂറ പറഞ്ഞു പോവില്ല, നൂറക്ക് എൻ്റെ കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞു. പിന്നെ നൂറിൻ്റെ ഉമ്മ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു. ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നുള്ളൊരു പെറ്റീഷൻ കാണിച്ച് അവർ വന്നു. അവരെന്നിട്ട് പറഞ്ഞു നൂറിനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് അവളെ കോർട്ടിൽ ഹാജരാക്കട്ടെ. അവൾ പറഞ്ഞിട്ട് മക്കൾ ഒരുമിച്ച് ജീവിച്ച ഉമ്മ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ അവളുടെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പിന്നെയും അവരെ വിശ്വസിച്ചു. ഇവർ ഓക്കെ ആവുകയാണെങ്കിൽ ഫാമിലിയുടെ അത്ര ഫാമിലിയുടെ സപ്പോർട്ടോടെ ഉണ്ട്. നൂറാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളുടെ ഉമ്മ വന്നു. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയായിരുന്നു. അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല പേടിയായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പോയാൽ പിന്നെ അവളെ ഞാൻ കാണുമല്ലോ എന്ന് അറിയത്തില്ല. അവളുടെ വീട്ടുകാർ അത്ര ക്രൂവലാണ്, റിച്ചാണ് അവര്. അതിൻ്റേതായിട്ടുള്ള ഗുണ്ടകളെ വെച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. എൻ്റെ വാപ്പ വരെ എൻ്റെ വാപ്പാനെ വരെ അവർ ത്രെറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. വിട്ടില്ലെങ്കിൽ എൻ്റെ വാപ്പാനെ എന്നെയും കൊല്ലുമെന്ന് എൻ്റെ വാപ്പാക്ക് ത്രെറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഫാമിലി. അപ്പോൾ അങ്ങനെ ആ പെറ്റീഷൻ കൊണ്ട് നൂറിൻ്റെ ഉമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. നൂറിൻ്റെ ഉമ്മ, അനിയത്തിയും പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. നൂറിൻ്റെ ഉമ്മ അനിയത്തിയും കൂടെ ഞാനും നൂറയും കൂടി ഇരിക്കുന്ന റൂമിലോട്ട് കയറി വന്നു. എൻ്റെ വാപ്പയും കൂടെ കയറി വന്നു. എന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ നൂറയിരുന്നു, എൻ്റെ വാപ്പയായിരുന്നു. എന്നിട്ട് എൻ്റെ വാപ്പാനോട് നൂറിൻ്റെ ഉമ്മ കരഞ്ഞു പറഞ്ഞു കാക്കു അവളൊന്ന് പിടിക്കുന്നു പറഞ്ഞിട്ട്, അതായത് എന്നെ പിടിക്കാൻ. ഞാൻ ഇത്രയൊക്കെ കേട്ടതിന് ശേഷം ശ്രോതാക്കളായ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ ആദിലയുടെയും നൂറയുടെയും മാതാപിതാക്കള് ഈ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് വരുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എങ്ങനെ വരുവാൻ അവർക്ക് സാധിക്കും? അപ്പോൾ ചില ഇന്റർവ്യൂ ഒക്കെ നൽകുന്ന സമയത്ത് ഈ ആദിലയും നൂറയും തന്റെ മാതാപിതാക്കളെ കുറിച്ച് ഇങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി അവരെ മോശക്കാരാക്കിയാണ് പല സമയങ്ങളിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇവരൊക്കെ കുഞ്ഞിലെ പ്രസവിച്ച് വീണ് വലുതായി കഴിഞ്ഞാണ് ഇവരെ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ അവര് വലുതാവുന്ന സമയം വരെ പോറ്റി വളർത്തിയതാണ് ഈ മാതാപിതാക്കൾ. അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇവർ ഒരുമിച്ച് താമസിക്കുകയും ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പൊതുയിടങ്ങളിൽ വന്ന് മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇത്തരം മോശം അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇവരൊക്കെ വീണ്ടും ഇവരെ തേടി ഇങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്കൊക്കെ വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരു ഇന്റർവ്യൂവില് ഈ പറഞ്ഞ ഈ നൂറ ചില കാര്യങ്ങൾ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു നമ്മള് ഇഷ്യൂനൊക്കെ മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ പാരന്റ്സിന്റെ കൂടെയൊക്കെ. ആ ഒരു ഫാമിലി അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? പാരന്റ്സിനെ ഞാൻ മിസ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു ടോക്സിക് ലൈഫ് ലീഡ് ചെയ്യാൻ താല്പര്യമില്ല. അല്ല, റിലേഷൻ പിടിക്കുന്നതിന് മുന്നേ അതെന്നാ പറഞ്ഞ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം അല്ലാണ്ട് അവിടെ നിന്നോണ്ടിരുന്നേ. എന്നെ വേറെ ആൾക്കാരെ പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നത്, എന്നോട് പോലും ചോദിക്കാണ്ട് ഇതാക്കാൻ നോക്കുന്നത്. സോ എനിക്ക് മിസ്സിംഗ് ഒന്നുമില്ല. എനിക്ക് ബ്രദർ ഉണ്ട്, അവനൊന്നും അറിയൂല. അപ്പൊ ഇവനോടൊക്കെ ഇവര് പാരന്റ്സ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന വേറെ രീതിയിലാണ്. അതായത് ഞാൻ വേറെ എന്തിനോ പോയി, ഞാൻ വേറെ പണിക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഫീഡ് ചെയ്യുന്നത്. ചെറിയ മക്കളല്ലേ അവര്, തെറ്റിദ്ധരിക്കും. ഈ ആദിലയുടെയും നൂറയുടെയും പ്രവർത്തികളെ കുറിച്ച് ഈ മലയാളി പ്രേക്ഷകർക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പഴയ കാലത്ത് ഇവരുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇവരെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ഇവരുടെ പ്രവർത്തികളും ഇവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. ഈ മലയാളി കുടുംബ പ്രേക്ഷകരുണ്ടല്ലോ, വീട്ടിനകത്തിരിക്കുന്ന ഒരുപാട് പ്രായമുള്ള മാതാപിതാക്കളെയൊക്കെ സംബന്ധിച്ച് ഇവരുടെയൊക്കെ മുന്നിൽ ഈ ഒരു കാര്യങ്ങൾ എത്തുന്ന സമയത്ത് അവർക്ക് വലിയ പുതുമയാണ്. അത് തന്നെയാണ് ഈ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരും ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് സ്വവർഗാനുരാഗികളായിട്ടുള്ള ഇവരെന്താണ് പ്രവർത്തിക്കുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത്, ഇവര് പരസ്പരം എങ്ങനെയാണ് സംസാരിക്കുക, ഇടപെടുകയൊക്കെ ചെയ്യുന്നത്, ഇത് കാണുവാൻ മലയാളി പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷയുണ്ട്. അത് വിറ്റ് കാശാക്കുക, അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെയില്ല. സാമൂഹികമായിട്ട് ഇവിടത്തെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഇതുകൊണ്ട് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ ഒരു ഉത്തരം നൽകുവാൻ ആർക്കും സാധിക്കത്തില്ല. ഇവിടുത്തെ കേരളത്തിലെ ആവട്ടെ, ഇന്ത്യയിലാവട്ടെ, എവിടത്തെ ആണെങ്കിലും മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ മക്കള് ഇങ്ങനെ സ്വവർഗ അനുരാഗികളായി മാറുന്നത് ഒരാളും അംഗീകരിക്കത്തില്ല. ഒരു കാരണവശാലും ആരും അതിനെ അംഗീകരിക്കുകയോ അതിന് വേണ്ട പ്രോത്സാഹനം നൽകുകയോ ചെയ്യത്തില്ല. എന്നിട്ടും ഇത്തരത്തില് മലയാളികൾ കൂടുതൽ കാണുന്ന ഒരു പ്രോഗ്രാമിനകത്ത് ഇവരെ കൊണ്ടുവന്ന് വെച്ച് ഇവരുടെ പ്രവർത്തികളൊക്കെ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ? പിടികിട്ടിയിട്ടുള്ള ആളുകൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് ഇവരുടെ മാതാപിതാക്കൾ, ഈ ആദിലയുടെയും നൂറയുടെയും മാതാപിതാക്കൾ ബിഗ് ബോസിന്റെ ഹൗസിന്റെ ഉള്ളിലേക്ക് എത്തുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.